Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു വളരെ ഫേമസ് സ്വീറ്റ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമായ ഒരു സ്വീറ്റ്സ് ആണത്. ഗുലാബ് ജാമുൻ. മമ്മിൻ്റെ റെസിപ്പിയാണ്. മമ്മിനോട് ചോദിക്കാൻ എങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കപ്പ് പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ റവ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 7 ടേബിൾ സ്പൂൺ പാലാണ്. ഇത് ചെറിയൊരു ചൂടുള്ള പാലാണ്, തണുപ്പ് പാൽ യൂസ് ചെയ്യാൻ പാടില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ യൂസ് ചെയ്യാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ആദ്യം 4 ടേബിൾ സ്പൂൺ റവ 7 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെക്കണം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം റവ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം പാൽപ്പൊടി, മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ബേക്കിംഗ് പൗഡറും മൈദയൊക്കെ നന്നായിട്ട് പാൽപ്പൊടിൻ്റെ കൂടെ മിക്സ് ആവണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ കട്ടയൊന്നും കാണാൻ പാടില്ല. കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച റവയും പാലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇത് കുറച്ച് നേരം മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മാവ് സ്റ്റിക്കി ആയിരിക്കും, വലിയ കട്ടിയൊന്നും പാടില്ല. ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാ പൊടികളും നന്നായി മിക്സ് ആവണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുഴക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയാണ്. ഈ ഗുലാബ് ജാമുൻ ഫ്രൈ ആയി റെഡിയാണോ വരെ ഇതിൻ്റെ വെള്ളവും ശരിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഗുലാബ് ജാമുൻ്റെ ആ വെള്ളത്തിന് ചാഷ്നി എന്നാണ് പറയുക. ചാഷ്നി ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് സാഫ്രോൺ കളറാണ്. കളർ ഇഷ്ടമില്ലെങ്കിൽ അത് ഇടാതിരുന്നാൽ മതി. പിന്നെ 3 കപ്പ് വെള്ളം. പിന്നെ ആവശ്യമുള്ളത് ഇങ്ങനത്തെ ഒരു ഓപ്പൺ പാനാണ്. ഇങ്ങനത്തെ പാനാകുമ്പോൾ ഗുലാബ് ജാമുനൊക്കെ നന്നായിട്ട് ചാഷ്നിയിൽ സോക്ക് ചെയ്ത് കിട്ടും. ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇത് ഗ്യാസിലേക്ക് തിളപ്പിക്കാൻ വെക്കാം. ചാഷ്നി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ലോ ഹീറ്റിൽ വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യാനായിട്ട്, ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ എടുത്തിട്ടുണ്ട്. ഇതും ലോ ഹീറ്റിൽ വേണം ചൂടാക്കി എടുക്കാൻ. ഇത് രണ്ടും ശരിയാവണ വരെ നമുക്ക് ഗുലാബ് ജാമുൻ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് മിക്സ്ചർ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നെയ്യ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കയ്യിൽ എണ്ണയൊന്നും തേക്കണ ആവശ്യമില്ല. ഇനി ഇതിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. കുറേ വലിയ ബോൾസ് ആയാൽ ഉള്ളിൽ നിന്ന് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. ഇങ്ങനെ പൊട്ടൊന്നുമില്ലാതെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ ഗുലാബ് ജാമുനും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഗുലാബ് ജാമുൻ എല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. 32 എണ്ണം കിട്ടും. ഈ അളവിന് ഉണ്ടാക്കുകയാണെങ്കിൽ 32 ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വലുതും ചെറുതായിട്ടാണ് ഞങ്ങൾ ഉരുട്ടിയിട്ടുള്ളത്. ഇനി ചാഷ്നി തിളച്ച് വരുന്നുണ്ട്. പിന്നെ എണ്ണയും ചൂടായി വരുന്നുണ്ട്. എണ്ണ ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കിയെടുക്കാൻ. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ അധികം തിരക്കൊന്നും ചെയ്യാൻ പാടില്ല. തിരക്കില്ലാതെ തന്നെ എണ്ണ ഒക്കെ ചൂടാക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ. എണ്ണൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുൻ ഇതിലേക്ക് ഇടുമ്പോൾ ഇത് പെട്ടെന്ന് പൊന്തി വരാൻ പാടില്ല. അങ്ങനത്തെ ചൂടായിരിക്കണം എണ്ണ. ഞങ്ങൾ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് ചാഷ്നി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം.
ചാഷ്നിയിലേക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റിന് ശേഷം ഗുലാബ് ജാമുൻ എല്ലാം പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഗുലാബ് ജാമുൻ അധികം തട്ടാൻ പാടില്ല. സ്പൂണ് ഇങ്ങനെ മെല്ലെ മെല്ലെ വേണം ഇത് ഇളക്കി കൊടുത്തന്നെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. നിർത്താതെ തന്നെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. അങ്ങനെ അതാ നമ്മൾ ഗുലാബ് ജാമുൻ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് എടുത്തു. ഇത് നേരത്തെ ഗുലാബ് ജാമുൻ പൊന്തി വന്നതിന് ശേഷം ഒരു 6 മിനിറ്റിന് ശേഷം ഇതിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ഗുലാബ് ജാമുൻ എല്ലാം ഇങ്ങനെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതുണ്ടാക്കുന്നിടയ്ക്ക് ചാഷ്നി ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചും മുകളിലേക്ക് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടൂല. അങ്ങനെ ഇതെല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അങ്ങനെ ഇതാ നമ്മൾ ചാഷ്നി എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാര എല്ലാം നന്നായിട്ട് ഡിസോൾവ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഗുലാബ് ജാമുൻ എല്ലാം ഇട്ട് കൊടുക്കാം. ഗുലാബ് ജാമുൻ ചാഷ്നിയിലിട്ടതിന് ശേഷം ഒരു 3 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ 3 മിനിറ്റോളം ഗുലാബ് ജാമുൻ ഈ ചാഷ്നിയിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെയാണ് ഇത് തിളപ്പിച്ചെടുത്തത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ഇത് തണുപ്പിക്കാൻ വെക്കണം. അങ്ങനെ അത് 6 മണിക്കൂറിന് ശേഷം ഗുലാബ് ജാമുൻ റെഡിയാണ്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാണ് ഒരു സംഭവമാണിത്. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം, എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.